ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം യൂണിറ്റ് 1 കനകച്ചിലങ്ക എന്നതിലെ മാനത്തെ കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മാനത്തെ കാഴ്ചകൾ. കടങ്കഥകളിൽ ഒളിപ്പിച്ചു വെച്ച ഉത്തരങ്ങൾ തേടുന്നത് ഇഷ്ടമായല്ലോ. അതായത് മുൻപത്തെ പാഠം ഒളിച്ചുകളി എന്ന് പറയുന്ന പാഠത്തിൽ എന്തായിരുന്നു, അതായത് അതിൽ നിന്ന് ആ കവിത വായിച്ചിട്ട് അതിൽ നിന്ന് കണ്ടെത്താനായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായല്ലോ. പാട്ടായും പറച്ചിലായും കടങ്കഥകളുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കൂ. അപ്പോൾ നമ്മൾ പാട്ടിൻ്റെ രീതിയിലുമുണ്ട് കടങ്കഥ, അതുപോലെ തന്നെ പറച്ചിലിൻ്റെ രീതിയിലുമുണ്ട്. അപ്പോൾ ഇവിടെ ഇത് വായിച്ചു നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മാനത്തെ കാഴ്ചകൾ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും, അതായത് ഇതിലും ചിലപ്പോൾ കടങ്കഥ രൂപത്തിൽ പാട്ടായിട്ട് എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് നമുക്ക് നോക്കാം. മാനത്തെ കാഴ്ചകൾ. നീലക്കായലിൽ ഇളകും തിരയിൽ നീരില്ല നിലയില്ല, നീരു ചേരാ കായൽ ഏതത്തിരി പൂവേ ഇത്തിരി പൂവേ, തീരമില്ല കായലകലെ കാണുമാകാശം കാണുമാകാശം, നീലക്കായലിൽ ഇളകും വഞ്ചിയിൽ ആളില്ല തുഴയില്ല, കാറ്റിലുലയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ, വാനിലെ പൊൻതോണിയെല്ലി ചന്ദ്രക്കല രൂപം ചന്ദ്രക്കല രൂപം, ദൂരെ കായലിൽ ഒഴുകും കനലിനു തീയില്ല പുകയില്ല, ചൂടു കിട്ടാത്തീ കനലേതിൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ, കൈവിളക്കു കണക്കു കാത്തു സ്വർണ്ണ നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം. പ്രഭാവർമ്മ. മാനത്തെ കാഴ്ചകൾ എഴുതിയിരിക്കുന്നത് പ്രഭാവർമ്മയാണ്. അപ്പോൾ ഇത് ഒരു വട്ടം, അതായത് ആദ്യം വായിക്കുമ്പോൾ നമുക്കിതൊന്നും മനസ്സിലാകില്ല. 2-3 വട്ടം വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാലാണ് ഇതിൽ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുക. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്നും കൂടെ വായിച്ചു നോക്കാം അർത്ഥം വെച്ചിട്ട്. അപ്പോൾ ആദ്യം, നീലക്കായലിൽ ഇളകും തിരയിൽ നീരില്ല നിലയില്ല, നീരു ചേരാ കായൽ ഏതത്തിരി പൂവേ ഇത്തിരി പൂവേ, തീരമില്ല കായലകലെ കാണുമാകാശം കാണുമാകാശം. അപ്പം എന്താ നീലക്കായൽ, അതായത് ഇവിടെ നീലക്കായലിനോടാണ് ആകാശത്തെ ഉപമിച്ചിരിക്കുന്നത്. അതായത് വെള്ളമില്ലാത്ത കായൽ പോലെയാണ് നീലക്കായൽ എന്നത്, വെള്ളമില്ലാത്ത കായൽ പോലെയാണ് ആകാശം എന്നതും. അതുപോലെ തിരയും തീരവുമില്ലാത്ത കായൽ ഏതാണ്, ആകാശമാണ്. അപ്പോൾ അത് ഏതാണെന്ന് പറയൂ ഇത്തിരി പൂവേ പറയൂ എന്നതാണ്. അപ്പോൾ ഏതാണ്, ആകാശം. അപ്പോൾ ആദ്യത്തേതിൽ ആകാശത്തെ കടങ്കഥ രൂപത്തിൽ തിരയില്ല നീലക്കായലാണ്, അതുപോലെ കടങ്കഥ രൂപത്തിൽ പറഞ്ഞിട്ട് അവസാനം അതിൻ്റെ ഉത്തരം എന്ന രീതിയിലാണ് ആകാശം ആകാശം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് നോക്കാം. രണ്ടാമത്തെ ഖണ്ഡിക. നീലക്കായലിൽ ഇളകും വഞ്ചിയിൽ ആളില്ല തുഴയില്ല, കാറ്റിലുലയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ, വാനിലെ പൊൻതോണിയല്ലി ചന്ദ്രക്കല രൂപം ചന്ദ്രക്കല രൂപം. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, വഞ്ചി. അതായത് എന്താണ്, നീലക്കായലിൽ ഒഴുകും വഞ്ചിയിൽ ആളില്ല. അതായത് വഞ്ചി എന്ന് പറയുന്നത് തോണിയാണ്. നീലക്കായൽ ആകാശത്തിൽ ഒഴുകുന്ന തോണിയിൽ ആളുമില്ല, അതുപോലെ തുഴയാൻ ആളില്ല. കാറ്റിൽ ആടിക്കളിക്കുന്ന തോണി ഏതാണത്, ആകാശത്തിലെ തോണിയായിട്ടുള്ളത് ഏതാണ്, ചന്ദ്രക്കലയാണ്. അപ്പോൾ ഇവിടെ ചന്ദ്രക്കല എന്നതിനെ കടങ്കഥ പറച്ചിൽ രൂപത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഖണ്ഡിക. ദൂരെ കായലിൽ ഒഴുകും കനലിനു തീയില്ല പുകയില്ല, ചൂട് കിട്ടാത്തീ കനലേതിൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ, കൈവിളക്കു കണക്കു കാത്തു സ്വർണ്ണ നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം. അതായത് നീലക്കായൽ ആകാശത്ത് കനലില്ല, അതുപോലെ തീയും പുകയും ഒന്നുമില്ലാതെ ചൂട് കിട്ടാത്ത ആ തീക്കനൽ ഏതാണ് ആകാശത്ത്, ഏതാണ്, നക്ഷത്രമാണ്, സ്വർണ്ണ നിറമുള്ള നക്ഷത്രമാണ്. അപ്പോൾ ഇവിടെ അവസാനം നക്ഷത്രത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഒരു കടങ്കഥ പറച്ചിൽ രൂപത്തിലാണ് ഇവിടെ ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം, അതായത് 3 കാര്യങ്ങൾ കടങ്കഥ രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഖണ്ഡികയിൽ വായിച്ച് നമുക്ക് എന്ത് കിട്ടും, ആകാശം എന്നത് കിട്ടും നീലക്കായൽ എന്നതിനോട്. അതുപോലെ തന്നെ രണ്ടാമത്തേൽ വഞ്ചി, അതായത് തോണി, അതായത് ആകാശത്തിലെ തോണി ഏതാണ്, ചന്ദ്രക്കലയാണ്. അതുപോലെ തന്നെ ഒഴുകുന്ന നീലക്കായലിൽ ഒഴുകുന്ന തീയും പുകയുമില്ലാത്ത കനൽ ഏതാണ്, നക്ഷത്രമാണ്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. ആദ്യത്തെ ചോദ്യം,
തീരം കാണാത്ത കായലിലാണല്ലോ ആകാശം. കവി പറയുന്നത് കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ടോ എന്തു തോന്നുന്നു? അതായത് ഇവിടെ കായലിനും ആകാശവും തമ്മിലുള്ള ചേർച്ചയുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, അതെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ട്. കായലും ആകാശവും നീല നിറത്തിലുള്ളതാണ്. കായലിന് ആകാശത്തിനും അറ്റമില്ലാത്ത പോലെ നമുക്ക് തോന്നാറുണ്ട്. ഇനി അടുത്ത ചോദ്യം, ചന്ദ്രകല ആകാശത്തിലെ തോണിയാണ് എന്ന് പറയാൻ എന്തായിരിക്കും കാരണം? എന്തായിരിക്കും? ഉത്തരം പകുതി തെളിഞ്ഞ ചന്ദ്രന് തോണിയെ പോലെ വളഞ്ഞ ആകൃതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചന്ദ്രകലയെ തോണിയോട് കവി ഉപമിച്ചിരിക്കുന്നു. ഇനി അടുത്തത്, മാനത്ത് തീയും പുകയും ചൂടുമില്ലാത്ത തീക്കനലുണ്ടത്രേ. നക്ഷത്രം നക്ഷത്രം എന്നുത്തരം കിട്ടുന്ന മറ്റൊരു കടങ്കഥ പറയാമോ? അതായത് ഉത്തരം നക്ഷത്രം എന്ന് വരുന്ന ഏതെങ്കിലും ഒരു കടങ്കഥ എഴുതാനോ അല്ലെങ്കിൽ പറയാനോ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? നമുക്ക് നോക്കാം. ആന കേറാമല, ആടു കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. അതിൻ്റെ ഉത്തരം നക്ഷത്രമാണ്. അടിച്ചു വാരിയ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽത്തരികൾ. അതിൻ്റെ ഉത്തരവും നക്ഷത്രമാണ്. അപ്പോൾ ഇത് രണ്ടും കടങ്കഥയാണ്. ഇനി അടുത്ത ചോദ്യം, ടീച്ചർ ചില കടങ്കഥ പാട്ടുകൾ കൂടി ചൊല്ലിത്തന്നല്ലോ. അവയുടെ ഉത്തരം കണ്ടെത്താനായോ? അതായത് ഇത് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ പാഠം എടുത്തു കഴിഞ്ഞാൽ ടീച്ചർമാർ ഒരുപാട് കടങ്കഥകളുടെ പാട്ടും പറച്ചിലും ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനായോ എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പാഠം എടുത്തിട്ട് ഉത്തരം ചെയ്യേണ്ടതാണിവിടെ. ഇനി കൂട്ടുകാർ ഈ ചിത്രം ശ്രദ്ധിച്ചു നോക്കൂ. എന്തെല്ലാമാണ് ചിത്രത്തിൽ കാണുന്നത്? തീവണ്ടി കാണാനുണ്ട്, പുഴ കാണാനുണ്ട്, വീട് കാണാനുണ്ട്, വാഹനം അതായത് ഓട്ടോറിക്ഷ, കാറ്, ലോറി, അതുപോലെ തന്നെ പക്ഷികളെ, മരങ്ങളെ, തെങ്ങുകളെ, പശുവിനെ, കെട്ടിടങ്ങളെ, ഇവയെല്ലാം നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. മുകളിൽ നൽകിയ ചിത്രത്തിലെ വസ്തുക്കൾ, ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കൂ. കൂട്ടുകാരുമായി പങ്കുവെക്കൂ. അവയുടെ ഉത്തരം കൂട്ടുകാർക്ക് കണ്ടെത്താനാവുന്നുണ്ടോ? കടങ്കഥകൾക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവണം? ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതൂ. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഉത്തരം, അതായത് തീവണ്ടി എന്നത് ഉത്തരം വരുന്ന കടങ്കഥ. അതുപോലെ ഈ ചിത്രത്തിൽ കാണുന്ന ഓരോ വസ്തുക്കളുടെ ഉത്തരം വരുന്നത് കടങ്കഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൂട്ടുകാരുമായി പങ്കുവെക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2-3 എണ്ണത്തിൻ്റെ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളതും കൂട്ടുകാർ കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ആ ദൃശ്യത്തിൽ എന്താ തീവണ്ടിയെയും ഓട്ടോറിക്ഷയും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു കടങ്കഥ നോക്കാം. മണിയടിച്ചാൽ മലമ്പാമ്പോടും തീവണ്ടി, മൂളും വണ്ടി മുച്ചക്ര വണ്ടി ഓട്ടോറിക്ഷ, കാലുകൊണ്ട് വെള്ളം കുടിച്ചു തല കൊണ്ട് മുട്ടയിടും തെങ്ങ്. അപ്പോൾ ഇതുപോലെ തെങ്ങ്, ഓട്ടോറിക്ഷ, തീവണ്ടി അതെല്ലാം നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇനിയുള്ളതിന് ഇതുപോലെ കടങ്കഥ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു മാനത്തെ കാഴ്ചകൾ എന്ന് പറയുന്ന ഈ കവിതയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത പാഠം അതിലെ പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.